ഷാനവാസ് നെവിൻ ഇഷ്യൂ പോസ്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് തെറിയുടെ അഭിഷേകമാണ് എൻ്റെ പ്രൊഫൈലിൽ. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു നെവിൻ്റെ കൂടെ തന്നെയാണ്. ഒരു പാൽ പാക്കറ്റ് അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും വീഴാൻ മാത്രമല്ല ഇതൊന്നുമില്ല. പിന്നെ ആളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഐ ട്രൂലി റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, അത് വേറെ. പക്ഷേ എല്ലാവരും എന്നെ തെറി വിളിക്കുന്നത് നെവിൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഓവറാണ്. ഈ അനുവിനെ പോലെ ഡ്രാമ അവിടെ വേറെ ആരും കളിച്ചിട്ടില്ല സത്യത്തിൽ. PR കൊണ്ട് മാത്രം അവിടെ നിന്നതാണ്. അതുപോലെ 50 ദിവസത്തിന് മേലെ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് ആദിലും നൂറയൊക്കെ. നൂറ പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ നേടി. ദാറ്റ് സംതിങ് ഗ്രേറ്റ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം ഇത്രയും പേരുടെ ഇടയിൽ നിന്നുകൊണ്ട് ടിക്കറ്റ് ടു ഫിനാലെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് സംതിങ് ഗ്രേറ്റ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ഷാനവാസിനെ പുറകിൽ നിന്ന് കുത്തുന്നത് ശരിക്കും ആദിലും നൂറയും അനു തന്നെയാണ്. ഇവരുടെ ഗ്രാഫ് ഉയർത്താൻ വേണ്ടി ഷാനവാസിനെ യൂസ് ചെയ്തു. പക്ഷെ ഷാനവാസ് ചെന്ന് ഇവർക്ക് വേണ്ടി ഒരു പടുകുഴിയിൽ വീണു. അതാണ് നടന്നിട്ടുള്ളത്. അത് ഷാനവാസ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. കാരണം കഴിഞ്ഞ നോമിനേഷനിൽ ആദില നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ഷാനവാസിനെയാണ്. പെങ്ങളൂട്ടിക്ക് കളിച്ച് നടന്നു. പക്ഷെ എന്നിട്ടും ആങ്ങളനെയാണ് പോയിട്ട് ആദില നോമിനേറ്റ് ചെയ്തത്. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താണ്, എന്നിട്ട് അവൾ നുണ പറയുകയും ചെയ്തു, ഞാൻ ഷാനവാസിനെ അല്ല നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഇവരെ പറ്റി മനസ്സിലാവാത്തത് ഷാനവാസിനെയും അതുപോലെ ആദില നൂറനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാത്തെന്ന് തോന്നുന്നു. എനിക്കൊക്കെ അന്നേ തോന്നിയ കാര്യം കേട്ടോ, ഇതെന്തിനാ ഈ ഷാനവാസ് ഇവരുടെ പുറകെ നടക്കണം എന്നുള്ളത്. സോ ഇപ്പോഴും ഞാൻ നെവിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നെവിൻ ഓവറാണെങ്കിൽ ദേ ഡിസേർവ് ഇറ്റ്. അനുവും അതുപോലെ ആദില നൂറയൊക്കെ ഇതുവരെ കാണിച്ചു കൂട്ടിയതിന് ഇത്തിരിയെങ്കിലും തിരിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അന്നുവിനെ പോലെയൊക്കെ ഒരു ഫേക്ക് PR കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന കുറച്ച് പേരാണ് ഇവരൊക്കെ. നോ പോയിന്റ് ഇൻ സെയിങ് എന്തിനാടപ്പാ ഈ ഒരു പ്രോഗ്രാം കണ്ടതായിപ്പോയി എനിക്ക്. എന്തായാലും കുറച്ച് എപ്പിസോഡ് 4 ആഴ്ചയും കണ്ടല്ലേ ഉള്ളൂ, പുള്ളിയിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി വയ്യപ്പ.